ഹലോ ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ ആൻസി ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ടല്ലോ, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ചൊരു ഷോർട്ട് റിവ്യൂ ആണ്. ഏതൊക്കെ ടൈപ്പാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ, അതുപോലെ തന്നെ പ്രീവിയസ്ലി റിപ്പീറ്റഡായിട്ട് ചോദിച്ചിട്ടുള്ള 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ള് കാണാൻ ശ്രമിക്കുക. ഒരു 5 to 10 മിനിറ്റ്സിനുള്ളിൽ വീഡിയോ വൈൻഡപ്പ് ആവുന്നതാണ്. കുറച്ച് കാര്യങ്ങളെ പറയുന്നുള്ളൂ, ജസ്റ്റ് ഒരു റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്താണെന്ന് എല്ലാവർക്കും അറിയാം. നമ്മുടെ ബോഡിയിൽ കാണപ്പെടുന്ന ഒരു കെമിക്കൽ മെസ്സഞ്ചറാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ. മെയിൻലി നമ്മൾ എക്സൈറ്റേറ്ററി ആൻഡ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് പഠിക്കുന്നതെങ്കിൽ അതിന് മറ്റൊരു ക്ലാസിഫിക്കേഷനുണ്ട്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ കൂടാതെ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനും കൂടെ ഉണ്ട്. അപ്പോൾ നമുക്ക് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ ഒരു 4 ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. മോണോ അമീൻസ്, അമിനോ ആസിഡ്സ്, പെപ്റ്റൈഡ് ആൻഡ് അതർ ക്ലാസിഫിക്കേഷൻ. അങ്ങനെ 4 ക്ലാസിഫിക്കേഷനാണ് പറയുന്നത്. മോണോ അമീൻ, അമിനോ ആസിഡ്സ്, അതുകൂടാതെ പെപ്റ്റൈഡ്സ് ആൻഡ് അതേഴ്സ്. മോണോ അമീൻസിൽ വരുന്നതാണ് നമ്മുടെ ഡോപ്പമിൻ, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഹിസ്റ്റമിൻ, സിറോട്ടോണിൻ. മോണോ അമീൻസിൽ വരുന്നതാണ് ഡോപ്പമിൻ, അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ, ഹിസ്റ്റമിൻ ആൻഡ് സിറോട്ടോണിൻ. സെക്കൻഡ് വൺ അമിനോ ആസിഡ്സ്. അമിനോ ആസിഡിന് എക്സാമ്പിളാണ് ഗ്ലൂട്ടമേറ്റ്, ഗാബ, ഗ്ലൈസിൻ, ആസ്പർട്ടേറ്റ്. ഗ്ലൂട്ടമേറ്റ്, ഗാബ, ഗ്ലൈസിൻ, ആസ്പർട്ടേറ്റ്. നെക്സ്റ്റ് വണ്ണാണ് പെപ്റ്റൈഡ്സ്. തേർഡ് ക്ലാസിഫിക്കേഷനാണ് പെപ്റ്റൈഡ്സ്. പെപ്റ്റൈഡ്സിന് എക്സാമ്പിളാണ് ഒപ്പിയോയിഡ്സ്, എൻഡോർഫിൻസ്, സൊമാറ്റോസ്റ്റാറ്റിൻ. നമ്മുടെ ഗ്രോത്ത് ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് സൊമാറ്റോസ്റ്റാറ്റിൻ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ലാസ്റ്റ് ക്ലാസിഫിക്കേഷൻ അതേഴ്സ്. ഇത് കൂടാതെ വരുന്നതാണ് അസറ്റൈൽ കൊളൈൻ, അഡിനോസിൻ, ലാസ്റ്റ് വൺ നൈട്രിക് ഓക്സൈഡ്. അപ്പോൾ നമ്മുടെ ബേസ്ഡ് ഓൺ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷന് 4 ക്ലാസിഫിക്കേഷനാണ് വരുന്നത്. മോണോ അമീൻസ്, അമിനോ ആസിഡ്സ്, പെപ്റ്റൈഡ്സ്, അതേഴ്സ്. മോണോ അമീൻസിൽ വരുന്ന ഏതൊക്കെയാണ്? ഡോപ്പമിൻ, അഡ്രിനാലിൻ ആൻഡ് നോൺ അഡ്രിനാലിൻ, ഹിസ്റ്റമിൻ, സെറോട്ടോണിൻ. അമിനോ ആസിഡ്സിൽ വരുന്നത് ഗ്ലൂട്ടമേറ്റ്, ഗാബ, ഗ്ലൈസിൻ, ആസ്പർട്ടേറ്റ്. ഇനി പെപ്റ്റൈഡ്സിൽ വരുന്നതാണ് ഒപ്പിയോയിഡ്സ്, എൻഡോർഫിൻസ്, സൊമാറ്റോസ്റ്റാറ്റിൻ, ഓക്സിറ്റോസിൻ, വാസോപ്രസിൻ. ഇനി അതേഴ്സിൽ വരുന്നതാണ് അസറ്റൈൽകൊളൈൻ, അഡിനോസിൻ, നൈട്രിക് ഓക്സൈഡ്. അപ്പോൾ ഇതാണ് സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ. ഇതിനകത്തുനിന്ന് ഏതെങ്കിലും വേണമെങ്കിൽ നമ്മൾ പെപ്റ്റൈഡ്സ് ഏതിലാണ് ഇൻവോൾവ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഗ്ലൂട്ടമേറ്റ് ഏതിലാണ് വരുന്നത് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാം. അല്ലെങ്കിൽ ഓഡ് വൺ ഔട്ട്, നൺ ഓഫ് ദിസ്, അങ്ങനെയൊക്കെ ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ, എക്സെപ്റ്റ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ അതൊക്കെ ഈ ടൈപ്പ് ചെയ്ത് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറയുന്ന എക്സൈറ്റേറ്ററി, ഇൻഹിബിറ്ററി ആൻഡ് മിക്സഡ്. എക്സൈറ്റേറ്ററി എന്ന് പറയുമ്പോൾ നമ്മുടെ ന്യൂറോൺസിൽ ഒരു എക്സൈറ്റേറ്ററി എഫക്റ്റ് കൊടുക്കുന്നു. ഇൻഹിബിറ്ററി ആകുമ്പോൾ ന്യൂറോൺസിൽ എന്ത് ചെയ്യുന്നു? ഇൻഹിബിറ്ററി ആക്ഷൻ ആയിരിക്കും അവർക്കുള്ളത്. ഇനി മിക്സഡ് ആകുമ്പോൾ 2 ആക്ഷനും കാണിക്കുന്നതിനെയാണ് മിക്സഡ് എന്ന് പറയുന്നത്. ഓക്കെ, എക്സൈറ്റേറ്ററിൽ വരുന്നതാണ് ഗ്ലൂട്ടമേറ്റ്, ആസ്പർട്ടേറ്റ്, അസറ്റൈൽ കൊളൈൻ, ഹിസ്റ്റമിൻ, നൈട്രിക് ഓക്സൈഡ്. ഈ ക്ലാസിഫിക്കേഷൻ ഒന്ന് കാണാതെ പഠിച്ചാലേ പറ്റുള്ളൂ. കാരണം നമുക്ക് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്, സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനിൽ നിന്നും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എക്സൈറ്റേറ്ററിൽ വരുന്നതാണ് ഗ്ലൂട്ടമേറ്റ്, ആസ്പർട്ടേറ്റ്, അസറ്റൈൽ കൊളൈൻ, ഹിസ്റ്റമിൻ, നൈട്രിക് ഓക്സൈഡ്. ഇൻഹിബിറ്ററിൽ വരുന്നതാണ് ഡോപ്പമിൻ, ഗാബ, ഗ്ലൈസിൻ, സിറോട്ടോണിൻ. ഇതൊക്കെയാണ് ഡോപ്പമിൻ, ഗാബ, ഗ്ലൈസിൻ, സിറോട്ടോണിൻ. മിക്സഡിൽ വരുന്നതാണ് അഡ്രിനാലിനും നോർ അഡ്രിനാലിനും. ഓക്കെ, മിക്സഡിൽ വരുന്നതാണ് അഡ്രിനാലിൻ, നോർ അഡ്രിനാലിൻ. ഇപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷനാണ് ആദ്യം പറഞ്ഞത്. ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുമ്പോൾ ഒരു കെമിക്കൽ മെസ്സഞ്ചറാണ്. അതിന് ബേസ്ഡ് ഓൺ സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനുണ്ട്, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനുണ്ട്. സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷൻ 4 ടൈപ്പ് ഉണ്ട്. മോണോമീൻസ് ഉണ്ട്, അമിനോ ആസിഡ്സ് ഉണ്ട്, പെപ്റ്റൈഡ്സ് ഉണ്ട്, അതേഴ്സ് ഉണ്ട്. ഫങ്ഷണൽ ക്ലാസിഫിക്കേഷൻ എക്സൈറ്റേറ്ററി ഉണ്ട്, ഇൻഹിബിറ്ററി ഉണ്ട്, മിക്സഡ് ഉണ്ട്. ഓക്കെ, ഇനി 1-2 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. ഒരു 3-4 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. ഫസ്റ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ആദ്യം ഡിസ്കവേർഡ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റർ ഏതെന്ന് വെച്ചാൽ അസറ്റൈൽ കൊളൈൻ ആണ്. ഫസ്റ്റ് ഡിസ്കവേർഡ് ചെയ്ത ന്യൂറോ ട്രാൻസ്മിറ്റർ എന്ന് പറയുന്നത് അസറ്റൈൽ കൊളൈൻ ആണ്. ബ്രെയിനിൽ മോസ്റ്റ് അബണ്ടൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൂട്ടമേറ്റ് ആണ്. മോസ്റ്റ് അബണ്ടൻറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ ദ ബ്രെയിൻ ഗ്ലൂട്ടമേറ്റ്. പിന്നെ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ, ബ്രെയിനിൽ കാണുന്ന ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗാബ. ഓക്കെ,
ബ്രെയിനിൽ കാണുന്ന ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗാബ. നമ്മുടെ സ്പൈനൽ കോഡിലും ബ്രെയിൻ സ്റ്റെമിലും കാണുന്ന ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ് ഗ്ലൈസിൻ. ഓക്കെ, സ്പൈനൽ കോഡിലും ബ്രെയിൻ സ്റ്റെമിലും കാണുന്ന ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഗ്ലൈസിനും ബ്രെയിനിൽ കാണുന്ന ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഗാബയുമാണ്. ഓക്കെ, ഇനി പെരിഫറൽ നെർവസ് സിസ്റ്റത്തിൽ കോമൺ ആയിട്ട് കാണുന്ന എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്ററാണ് അസറ്റൈൽ കൊളൈൻ. മോസ്റ്റ് കോമൺ എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ഇൻ പെരിഫറൽ നെർവസ് സിസ്റ്റം ഏതെന്ന് ചോദിച്ചാൽ അസറ്റൈൽ കൊളൈനാണ്. ഇനി അസറ്റൈൽ കൊളൈൻ്റെ ഡെഫിഷ്യൻസി കാരണം വരുന്ന ഡിസോർഡറാണ് അൽഷിമേഴ്സ് ഡിസീസ്. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാൻ തോന്നുന്നു. അതൊക്കെ ഞാൻ നമ്മുടെ CNS ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് ബാക്കി പറയാത്തത്. അപ്പോൾ ഈ 4 ക്വസ്റ്റ്യൻസ് 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു, അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻ കൂടെ ഇതിലൂടെ ആഡ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ഈ ക്ലാസിഫിക്കേഷൻ, ഫങ്ഷണൽ ക്ലാസിഫിക്കേഷനും സ്ട്രക്ചറൽ ക്ലാസിഫിക്കേഷനും ഓർത്തിരിക്കുക. അപ്പോൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആണെങ്കിൽ ഫ്രണ്ട്സിന് വേണ്ടിയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ താങ്ക് യു.